ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. SSC CGL 2024 അച്ചീവേഴ്സ് ബാച്ചിലെ മെൻസുറേഷൻ എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി അരിത്തമെറ്റിക് ക്ലാസ്സിലെ അരിത്തമെറ്റിക് മാത്സിന്റെ എല്ലാ ക്ലാസ്സുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ അഡ്വാൻസ് മാത്സിൽ നമ്പർ സിസ്റ്റം ഓൾറെഡി കംപ്ലീറ്റ് ആയി. അതേപോലെ നമ്മുടെ ട്രിഗ്നോമെട്രി, ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. പിന്നെ നമ്മൾ മെൻസുറേഷൻ എന്ന് പറയുന്നിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ഇതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് അല്ലെങ്കിൽ എങ്ങനെ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് ഇന്ന് വിശദമായിട്ട് നോക്കാം. മുന്നത്തെ ക്ലാസ്സുകൾ എല്ലാവരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാമിന് വേണ്ടി ഒരു പെർഫെക്റ്റ് പ്രാക്ടീസ് ആയിരിക്കും ഈ ക്ലാസ്സുകളെല്ലാം. എല്ലാ ചാപ്റ്ററിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ CHSL 2024 വേണ്ടിയുള്ള ക്രാഷ് കോഴ്സിന്റെ ക്ലാസ്സുകളും നിങ്ങളുടെ ഈ ഒരു എക്സാം എഴുതാൻ വേണ്ടി ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതൊക്കെ പ്ലേലിസ്റ്റ് ആയിട്ട് കിടപ്പുണ്ട്. അതിന്റെ മാത്സ് ക്ലാസ്സുകളെല്ലാം എടുത്ത് കാണുക. നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്ന മോസ്റ്റ് എക്സ്പെക്ടഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഓൺലൈൻ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് ഈ കോഴ്സുകൾ ആക്സസ് ചെയ്യാവുന്നതാണ്. ഡെമോ ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ ധൈര്യമായിട്ട് എടുത്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ, എല്ലാ സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും ലേറ്റസ്റ്റ് എക്സാം മെത്തേഡിൽ പഠിപ്പിക്കുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് ഓഫ്ലൈൻ സെന്റൻസിന്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇതും നോക്കാവുന്നതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഇപ്പോൾ 2 ഡയമെൻഷനിലും മെൻസുറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് 2 ഡയമെൻഷനിലും ഉണ്ട്, അതേപോലെ 3 ഡയമെൻഷനിലും ഉണ്ട്. 2 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സർക്കിള്, സ്ക്വയർ, പിരമിഡ്, അങ്ങനത്തെയൊക്കെയുള്ള പിരമിഡില്ല, സർക്കിള്, സ്ക്വയർ, റെക്ടാങ്കിൾ, അങ്ങനത്തെയൊക്കെയുള്ള ഫിഗേഴ്സ് ആണ്. അതിന്റെയൊക്കെ ഏരിയയുടെ കാൽക്കുലേഷൻ ഒക്കെ വരുന്നതാണ് നമ്മുടെ മെൻസുറേഷൻ എന്ന് പറയുന്നത്. ജോമെട്രി ആകുമ്പോൾ ഇതിനകത്ത് തിയറംസ് വരും. മെൻസുറേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ആ ഒരു അളവുകൾ, മെഷർമെന്റ് ഒക്കെ വരും. 3D എന്ന് പറയുമ്പോൾ ഇതൊക്കെ വരും. നമ്മുടെ സ്പിയർ ഉണ്ട്, സിലിണ്ടർ ഉണ്ട്, അതേപോലെ പിരമിഡ് ഉണ്ട്, പ്രിസം ഉണ്ട്. അതൊക്കെയാണ് നമ്മുടെ 3D ഫിഗേഴ്സ്. അപ്പൊ ഇതിൽ നിന്നും നമ്മുടെ പ്രിലിംസിന് ഇതിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ അത് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കഴിഞ്ഞ CGL 23 ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? റേഷ്യോ ഓഫ് ലെങ്ത്, വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് എ ക്ലോസ്ഡ് ക്യൂബോയിഡ് ഈസ് ഗിവൺ ആസ് 6:3:2. ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ് ഓഫ് എ ക്ലോസ്ഡ് ക്യൂബോയിഡ്. അപ്പൊ ഇത് ലെങ്തിന്റെയും വിഡ്ത്തിന്റെയും ഹൈറ്റിന്റെ എന്താണ് തന്നിട്ടുള്ളത്? റേഷ്യോ ആണ്. The total surface area of this cuboid is given as ഇത്രയും. Find the volume of this cuboid. പിന്നെ വോളിയം ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള എന്താ? ലെങ്തും ഹൈറ്റും വിഡ്ത്തും. ടോട്ടൽ സർഫസ് ഏരിയ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ വോളിയം. അപ്പൊ നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബോർഡിന്റെ ഇക്വേഷൻ എന്താ? നിങ്ങൾ അത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റിന് 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബോർഡ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ലെങ്ത് ഇൻറ്റു LB പ്ലസ് BH പ്ലസ് LH ആണ്. ഓക്കെ, അപ്പോൾ ലെങ്തും ബ്രെഡ്ത്തോട് മൾട്ടിപ്ലൈ ചെയ്യുക, ബ്രെഡ്ത്തും ഹൈറ്റോട് മൾട്ടിപ്ലൈ ചെയ്യുക, അതേപോലെ ലെങ്തും ഹൈറ്റോട് മൾട്ടിപ്ലൈ ചെയ്യുക. അതിനെ 2 കൊണ്ട് ഗുണിക്കുന്നതാണ് നമ്മളുടെ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബോർഡ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് 6:3:2 ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇത് 6x, ഇത് 3x, ഇത് 2x എന്ന് കൊടുക്കേണ്ടി വരും. അപ്പൊ നമുക്ക് 2 ഇൻറ്റു 6x ഇൻറ്റു 3x 18x² പ്ലസ് 3x ഇൻറ്റു 2x 6x. ഇങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, എക്സാം എഴുതാൻ പോകുന്ന ഒരാളാണെങ്കിൽ, CGL എഴുതാൻ പോകുന്ന ഒരാളാണെങ്കിൽ ഇങ്ങനെ എഴുതി ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങളുടെ മൈൻഡിലാണ്, നിങ്ങൾ പഠിച്ചുകൊണ്ടാണ് പോകുന്നത്. ഡയറക്റ്റ് എഴുതുന്നത് 2 ഇൻറ്റു 6 ഇൻറ്റു 3x എന്ന് വെച്ചാൽ 18x², 3x ഇൻറ്റു 2x 6x², 24x² ആയി. പിന്നെ 6 ഇൻറ്റു 2 12x², 27 12 36x². 2 ഇൻറ്റു 36x², 72x² വാല്യൂ ആണ് ക്വസ്റ്റിന് തന്നിട്ടുള്ളത്. 1800. അതിനകത്ത് 72 കൊണ്ട് വെട്ടുമ്പോൾ 72 എന്ന് വെച്ചാൽ 36 ഗുണം 5 ആണ്. ഓക്കെ, ഇവിടെ 2 കൊടുക്കാം, അല്ലെങ്കിൽ 72 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 72 ഗുണം 2 144, ബാക്കി 6 36 360 എന്ന് പറയുമ്പോൾ 72 ഗുണം 5 ആണ്. ഡെയിലി മാത്സിന്റെ എക്സസൈസ് ചെയ്താൽ ഇങ്ങനെ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. എക്സിന്റെ വാല്യൂ എന്ത് കിട്ടി? റൂട്ട് എടുക്കുമ്പോൾ 5 എന്ന് കിട്ടി. അപ്പൊ ഇവിടെ 6x 3x 2x എന്നാണ് നമ്മൾ എടുത്തത്. ഫൈൻഡ് ദ വോളിയം ഓഫ് ക്യൂബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇവിടെ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി 5 എന്ന് കിട്ടി. ലെങ്ത് 6x ഇൻറ്റു 3x ഇൻറ്റു 2x 18 കൊണ്ട് 2 36 x³ എന്ന് വരും. അതായത് 36 ഇൻറ്റു 5ന്റെ ക്യൂബ് 125. ഇതാണ് നമ്മുടെ ആൻസർ. 125നെ നമുക്ക് 1000/8 എന്ന് ചെയ്യാം. 1000/8 ഇപ്പൊ 36/8 നോക്കാം. 36/8 നോക്കുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? ആ 125നെ 1000/8 എന്ന് എഴുതുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് കേട്ടോ. അപ്പൊ 8 ചെയ്യുമ്പോൾ എന്ത് വരും? 8 ചെയ്യുമ്പോൾ നമുക്ക് 4 വരും. 8 4 ബാക്കി ശിഷ്ടം 4 40/5 4.5 വരും. അതായത് 4.5 കഴിഞ്ഞിട്ട് കുറെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അതായത് 4500 ആൻസർ കിട്ടും. ഓപ്ഷൻ സി നമുക്ക് ആൻസർ കൊടുക്കാം. എഴുതേണ്ട കാര്യങ്ങൾ മാത്രം എഴുതാൻ ശ്രമിക്കുക. അപ്പൊ ഇത് ഞാൻ സ്പീഡിലോ അല്ലെങ്കിൽ പറഞ്ഞു പോവുകയോ ഒന്നുമല്ല ചെയ്തത്. നിങ്ങൾക്ക് പറഞ്ഞ ഇക്വേഷൻ ഇതാണ്. എഴുതേണ്ട കാര്യങ്ങൾ ഇത്ര മാത്രം എഴുതുക. ഞാൻ എല്ലാം എഴുതി തന്നിട്ട് ഇത്ര എഴുതിയാതി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഇത്ര മാത്രം എഴുതി കാണിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എക്സാമിന് നമ്മൾ എന്ത് ചെയ്യണം?
അവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഈ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നാലേ കാര്യമുള്ളൂ. അല്ലാതെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, ആ ഒരു വഴിയിലോട്ട് പോകും. സ്റ്റെപ്പ് മാക്സിമം കുറയ്ക്കുക. എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത സോൾഡ് ക്യൂബ് എഡ്ജ് ലെങ്ത് തന്നിട്ടുണ്ട്. ഇത് എന്ത് ചെയ്തു, മെൽറ്റ് ചെയ്തു. ഐഡന്റിക്കൽ സോൾഡ് ക്യൂബ്സ് each of volume 64 cm cube are made out of this molten cube without any wastage. How many such small cubes are obtained? ഇവിടെ നമുക്ക് പഠിക്കേണ്ട ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇത് CGL മെയിൻസിന് 2023 CGLന്റെ മെയിൻസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ മെൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളുടെ വോളിയം മെൽറ്റ് ചെയ്യുന്ന സമയത്ത് വോളിയം എന്തായിരിക്കും, വോളിയം ഈക്വൽ ആയിരിക്കും. അപ്പൊ ആ പ്രോപ്പർട്ടി വെച്ച് നമുക്ക് ചെയ്യാം. ഒരു സോൾഡ് ക്യൂബ് എഡ്ജ് ലെങ്ത് എത്രയാണ്, 48 സെന്റിമീറ്റർ ആണ്. അപ്പൊ അതിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ 48ന്റെ ക്യൂബ് ആയിരിക്കും. 48ന്റെ ക്യൂബ് ഈ സാധനം ഇതിന്റെ വോളിയം ഈക്വൽ ടു n നമ്പർ ഓഫ് ചെറിയ ക്യൂബ് ഉണ്ടാക്കി. ഈച്ച് വോളിയം എത്രയാണ്, ഓരോന്നിന്റെ ഈച്ച് ഓഫ് വോളിയം ആണ്. ഇത് സൈഡ് ലെങ്തും ഇത് വോളിയം ആണ്. അപ്പം n എണ്ണം ഉണ്ട്. അങ്ങനെ എത്ര ഒരെണ്ണത്തിന്റെ വോളിയം എത്രയാണ്, 64 സെന്റിമീറ്റർ ക്യൂബ്. 67 സൈഡ് അല്ല, 67 അല്ല, 67 സെന്റിമീറ്റർ ക്യൂബ് ആണ്. അടിപൊളി സൊല്യൂഷൻ ആണ്. ഓക്കെ, 64. ഓക്കെ, ഇപ്പൊ ഇത്ര സിമ്പിൾ ആയിട്ട് ചെയ്യാം. അപ്പൊ ഇന്ന് നോക്ക്, 64 എന്തുണ്ട്, 4ന്റെ ക്യൂബാണ് 64. അപ്പൊ എന്നിന്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. 4ന്റെ ക്യൂബിനകത്ത് ഇത് 16 ഗുണം 4 ആണ്. ഒരു 16 ഇവിടെ കിട്ടുമ്പോൾ ഇവിടെ 3 വന്നു, ഒരു 4 ഇവിടെ കിട്ടുമ്പോൾ 12 വന്നു. ഈ 64 അങ്ങ് പോയി. ഈ 36 ഗുണം 48, 6 8 48, 8ൽ അവസാനിക്കും. എല്ലാ 8ലാണ് അവസാനിക്കുന്നത്. പിന്നെ നമുക്ക് നോക്കാം, ഡിറ്റിസം നോക്കാം. ഇവിടെ 2 1 3 8 4, ഇവിടെ വേറൊരു 3 3 ഗുണം 3 9 ഉണ്ട്. നമ്മുടെ ആൻസറിനകത്ത് 9 ഉണ്ട്. 9 ഓപ്ഷൻ ഉണ്ട്. ഇത് 9 ഉണ്ട്, ഇത് 9 ഇല്ല. ഇത് 8 4 12 9 ഇല്ല. 8 8 16 3 19 9 ഇല്ല. 9 മൾട്ടിപ്പിൾ ആയിട്ടുള്ള 8ൽ അവസാനിക്കുന്ന ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. 1728 ചെറിയ സ്മോൾ ക്യൂബ്സ് ഉണ്ടാക്കാം. എങ്ങനെയുള്ളത്, 64 ക്യൂബ്. അതേപോലെ തന്നെ ഒരു സ്മോൾ ക്യൂബിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, 67 സെന്റിമീറ്റർ ക്യൂബ് ആയിരിക്കും. അങ്ങനെ എത്ര എണ്ണം ഉണ്ടാക്കാം നമുക്ക്, 1728 എണ്ണം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു മെൽറ്റ് ചെയ്യുന്ന സമയത്ത് വോളിയം ഈക്വൽ ആവും എന്നുള്ള ആ ഒരു കണ്ടീഷൻ ഇതിൽ നിന്ന് ഓർത്തുകൊള്ളുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഷുവർ ആയിട്ടും പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. മെൻസുറേഷനിൽ നിന്നും ഇപ്പൊ വലിയ പ്രയാസമുള്ള ക്വസ്റ്റ്യൻസ് അല്ല ചോദിക്കുന്നത്, ഈ ലെവലിൽ ചോദിക്കും. അപ്പോൾ ഇങ്ങനത്തെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ വളരെ വേഗത്തിൽ കാൽക്കുലേഷൻ ചെയ്ത് ശരിയാക്കാൻ ശ്രമിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി, വായിച്ചിട്ടൊന്ന് ചെയ്യാൻ പറ്റും നോക്കി. വോളിയം ഓഫ് എ സ്പിയർ ഓഫ് റേഡിയസ് 4.2 സെന്റിമീറ്റർ. ഇങ്ങനെ കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മെൻസുറേഷനിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു സ്പിയറിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്, 4/3 πr ക്യൂബ്. 4/3 ഇൻറ്റു പൈ 22/7 ഇൻറ്റു r ക്യൂബ് 4.2 ക്യൂബാണ്. 42 ഇൻറ്റു 42 ഇൻറ്റു ഇവിടെ 42 വരും. ആ 21 വെട്ടി ഇവിടെ എന്ത് കൊടുക്കാം, 42 ഗുണം 21 ഗുണം 2 ആണ് 42. 21 42 വെട്ടി 2 എന്ന് എഴുതാം. അപ്പൊ ഇതായിരിക്കും ബൈ എത്രയാണ്, 0.2 ബൈ 10 ബൈ 10 ബൈ 10 ബൈ 1000 ആണ് വരുന്നത്. നോക്കുമ്പോൾ 3 പോയിന്റ് ആണ് നമുക്കുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം നമ്മുടെ ആൻസർ എന്തായിരിക്കും. ഇവിടെ 3 പോയിന്റ് ആണുള്ളത്. നമ്മുടെ ആൻസർ 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ഫസ്റ്റ് കേസ്. കാര്യം അടിയിൽ 3 പോയിന്റ് വരുന്നു. യൂണിറ്റ് നോക്കാം, 4 8 6 4 24. യൂണിറ്റ് 4 വരും, 3 പോയിന്റ് വരും. 4 1 3 പോയിന്റ് 1. പിന്നെ 11ന്റെ മൾട്ടിപ്പിൾ ഒന്ന് ചെക്ക് ചെയ്യാം. 6 7 13 11. ഇത് 11ന്റെ മൾട്ടിപ്പിൾ ആണ്. 4 ആണ് അവസാനിക്കുന്നത്, ഇതല്ല. 12 9 21 9 2 11 22 11 10 ആണ്, ഇതല്ല. 4 8 9 6 9 ഇതും എന്താണ്, 11ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ആ പരിപാടി നടന്നില്ല. പിന്നെ എന്ത് ചെയ്യാൻ നോക്ക്, 7ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അതിനകത്ത് 7 ഉണ്ട്. 7ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 7 നോക്കാം, 3 വട്ടം പോവും. ബാക്കി 68 9 5 52 49 വരുമ്പോൾ 3 33 28 വരുമ്പോൾ 54. 7ന്റെ മൾട്ടിപ്പിൾ അല്ല. 7ന്റെ മൾട്ടിപ്പിൾ ഇത് 7ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അങ്ങനെയുള്ള ഓപ്ഷൻ ഇതെല്ലാം ഉള്ളൂ. നമുക്ക് എന്ത് കൊടുക്കാം, നമുക്ക് ആൻസർ ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ കൊടുക്കാം. ഇത് 7ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 28 വരെ 30 2 24 3 36 അത് 7ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ വേറൊരു കാര്യമുണ്ട്, ചുമ്മാ കയറി മൾട്ടിപ്പിൾ നോക്കരുത്. ചിലപ്പോൾ അപ്രോക്സിമേറ്റഡ് ആൻസർ തരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഉറപ്പ് വരുത്തിയതാണ്. നമുക്ക് എന്ത്, അടിയിൽ 3 0 ഉണ്ടായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 3 0 വെട്ടിപ്പോവും. അടിയിലത്തെ ഒരു 10നെ വെട്ടിക്കളയാൻ വേണ്ടി മേളിൽ എന്തില്ല, 5 ഇല്ല. മേളിൽ ഒരു 5 ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ 0ത്തിന്റെ എണ്ണം മാറിയാണ്. ഇവിടെ 5 ഇല്ല, 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ 3 0 ഉള്ള ഓപ്ഷൻ നമ്മൾ നോക്കി. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു വഴിയിലോട്ട് എത്തിയത്. അതായത് ഈ നമ്പർ 7ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, ഈ നമ്പർ എന്തിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്രോക്സിമേറ്റഡ് അല്ല. പക്ഷെ അപ്രോക്സിമേറ്റഡ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റൻസ് തരാനുണ്ട്.
അതുകൊണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇങ്ങനത്തുള്ള മെത്തേഡ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അത് കാൽക്കുലേഷൻ ചെയ്യാൻ ഇത് സമയമെടുക്കുന്ന പരിപാടിയാണ്. ഓക്കെ, അടുത്ത് ഇഫ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ക്യൂബ് ഇത്രയാണെങ്കിൽ വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ ക്യൂബ്? ഒരു ക്യൂബിന്റെ ടോട്ടൽ സർഫസ് ഏരിയയുടെ ഫോർമുല നിങ്ങൾ ഈ ഒരു മെൻസുറേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ CHSL ക്രാഷ് കോഴ്സ് ചെയ്യുന്ന സമയത്തും മെൻസുറേഷൻ 2Dക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്ലാസ്സും മെൻസുറേഷൻ 3Dക്ക് സെപ്പറേറ്റ് ക്ലാസ്സും ചെയ്തതാണ്. അതിന്റെ 20ഓളം ക്വസ്റ്റൻസ് ചെയ്തതാണ്. അതിലെല്ലാം നമ്മൾ കുറെ ഫോർമുലാസ് പറഞ്ഞു. അതെല്ലാം വെച്ചിട്ട് കഴിഞ്ഞ CHSL 2023 ആൻസർ കീ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ക്വസ്റ്റ്യൻസ് സെയിം ഫോർമുലാസിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്രാവശ്യം അത് തന്നെ വരും. നിങ്ങൾ ആ CHSL ക്രാഷ് കോഴ്സിലുള്ള ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫോർമുലാസ് എല്ലാം കറക്റ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലൊക്കെയുള്ള മാർക്ക് ഉറപ്പിക്കാം. അതും എങ്ങനെ ഉറപ്പിക്കാനാണ്? വെറുതെ ഫോർമുല എഴുതി എക്സും വൈ ഔട്ട് ചെയ്യുമല്ല. എങ്ങനെ ചെയ്യണം, ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എങ്ങനെ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ ടോട്ടൽ സർഫസ് ഏരിയ, ഒരു ക്യൂബിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 6 × A² ആണ്. 6 × A² ആണ് 24. 6 27 വെട്ടി 4 വരും. അതൊക്കെ നിങ്ങൾ മൈൻഡ് ചെയ്തേ പറ്റൂ. 6A² വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി നോക്കാം. ഞാൻ ഇത് എഴുതിക്കാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുന്ന ഒരാൾ അങ്ങനെയല്ല എഴുതേണ്ടത്. ബേസിക് ആയിട്ട് കാര്യങ്ങൾ സെറ്റ് ആക്കാനുള്ള ക്ലാസ്സുകൾ ഓൾറെഡി GDയുടെ ക്ലാസ്സിൽ ഏതൊരു സ്ട്രാറ്റജി ഈ ചാനലിലെ എന്റെ മാത്സിന്റെ ഏത് സ്ട്രാറ്റജി കണ്ടാലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമുണ്ട്. ഒരാൾ മാത്സ് പഠിക്കുന്നതിന് മുമ്പേ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അത് കറക്റ്റായിട്ട് കണ്ടു വന്നവരാണെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾ അത് ഇപ്പോഴും കാണാനുള്ള അവസരമുണ്ട്. കാര്യം യൂട്യൂബിൽ അതുണ്ട്. അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ബേസ് നിങ്ങൾക്ക് അറിയാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം 6A² = 24, A² = 24/6. പക്ഷെ അത് എഴുതുന്നത് ടൈം വേസ്റ്റ് ആണ്. നമ്മൾ ആ ഒരു സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് നടന്ന് ചിന്തിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സമയത്ത് എക്സാം കംപ്ലീറ്റ് ആക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. 6A² = 24, A² = 24/6 4 എന്ന് കിട്ടും. എയുടെ വാല്യൂ എന്തെന്ന് കിട്ടി? എയുടെ വാല്യൂ നമുക്ക് എ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈഡ് ഓഫ് എ ക്യൂബ് ആണ്. ഓക്കെ, എ എന്ന് പറഞ്ഞാൽ 4ന്റെ റൂട്ട് 2 എന്ന് കിട്ടും. വാട്ട് ഈസ് ദ വോളിയം ഓഫ് ക്യൂബ് എന്ന് പറഞ്ഞാൽ 2 സൈഡ് 2 സെന്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ യൂണിറ്റ് ആണ് അതിന്റെ സൈഡ് എങ്കിൽ അതിന്റെ വോളിയം 2ന്റെ ക്യൂബ് 8 ക്യൂബിക് യൂണിറ്റ് ആയിരിക്കും എന്ന് പറയുന്നത്. അതിന്റെ വോളിയം ഇതിന് ഒരു പേന എടുക്കേണ്ട ആവശ്യമില്ല. പേന എടുക്കാതെ തന്നെ ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. വേഗത്തിൽ ചെയ്യാം. Nano carries water to school in a cylindrical flask with a diameter തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട്. ഡയമീറ്റർ സിലിണ്ടറിക്കൽ ആണ്. Determine the amount of water that she can carry in the flask. അതിനകത്ത് എമൗണ്ട് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനകത്ത് ഉൾക്കൊള്ളാവുന്ന വെള്ളത്തിന്റെ അളവ്, അതായത് അതിന്റെ വോളിയമാണ്. വോളിയം ഓഫ് എ സിലിണ്ടർ എന്താണ്? ഒരു റിവിഷൻ പോലെ πr²h. π × റേഡിയസ് എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ 12 ആയതുകൊണ്ട് റേഡിയസ് 6 ആയിരിക്കും, ഇൻറ്റു ഹൈറ്റ് 21. അപ്പൊ ഇതായിരിക്കും ആൻസർ. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇവിടെ 3 വരും. യൂണിറ്റ് നോക്കുമ്പോൾ 8, 8 6 48, 2 16, 6 അവസാനിക്കും. 6 അവസാനിക്കുന്ന യൂണിറ്റ് ഉള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ സി നമുക്ക് ഈസി ആയിട്ട് കൊടുക്കാം. അവിടെ ഒരു കാൽക്കുലേഷന്റെ ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു? സിലിണ്ടറിന്റെ വോളിയത്തിന്റെ ഫോർമുല ഒന്ന് റിവേഴ്സ് ചെയ്തു. അതാണ് നിങ്ങൾക്ക് ക്രാഷ് കോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിവിഷനാണ് മെയിൻ ആയിട്ടും ഉദ്ദേശിക്കുന്നത്. ബേസിക് ക്ലാസ്സുകളൊക്കെ നിങ്ങൾ ഓരോ ടോപ്പിക് അടിച്ച് സെർച്ച് ചെയ്താൽ അതിന്റെ ക്ലാസ്സുകൾ നമ്മുടെ ദിശ അക്കാഡമിയിൽ തന്നെ കിട്ടുന്നതായിരിക്കും. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. The volume of a cone with height equal to radius and slant height is 5. ഹൈറ്റും റേഡിയസും ഈക്വൽ ആണ്, സ്ലാൻഡ് ഹൈറ്റ് 5 ആണ്. ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഒരു കോണിന്റെ സ്ലാൻഡ് ഹൈറ്റും റേഡിയസും ഹൈറ്റും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. അതായത് സ്ലാൻഡ് ഹൈറ്റ് L ആണെങ്കിൽ L² = റേഡിയസ്, ബേസ് റേഡിയസ് R ആണെങ്കിൽ R² പ്ലസ് ഹൈറ്റിന്റെ സ്ക്വയർ. ഇങ്ങനെ ആയിരിക്കും. ഇവിടെ ഹൈറ്റ് സ്ലാൻഡ് ഹൈറ്റ് 5 തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ സ്ക്വയർ 25 = രണ്ടും എന്താണ്? വോളിയം ഓഫ് എ കോൺ വിത്ത് ഹൈറ്റും റേഡിയസും ഈക്വൽ ആണ്. ഞാൻ എന്ത് കൊടുക്കാം? ഹൈറ്റ് = റേഡിയസ് = ഞാൻ R എന്ന് കൊടുക്കാം. R² പ്ലസ് h² വരെ R² എന്ന് കൊടുക്കാം. 2R² എന്ന് എന്ത് ചെയ്യാം പറയാം. അപ്പോൾ R² പ്ലസ് R², ഇവിടെ നമുക്ക് 2R² എന്ന് എഴുതാം. അപ്പൊ നമുക്ക് R ന്റെ വാല്യൂ ഒന്ന് കിട്ടും. R ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിന്റെ റൂട്ട് എടുക്കാം. 25 ന്റെ റൂട്ട് എടുത്താൽ 5/2ന്റെ റൂട്ട് 2 താഴെ വരും. 5/√2 എന്ന് കിട്ടും റേഡിയസ്. അതെന്നാണ് എന്ന് പറയുന്നത്? ഹൈറ്റ്. ഇതിന്റെ റേഡിയസും ഹൈറ്റും എന്ത് തന്നെയാണ്? 5/√2 ആണ്. ഓക്കെ, 5/√2 നമുക്ക് 5√2/2 എന്ന് എഴുതാം. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ കോണിന്റെ വോളിയം എന്താണ്? 1/3. സിലിണ്ടറിന്റെ വോളിയം πr²h ആണെങ്കിൽ കോണിന്റെ വോളിയം 1/3 π. പൈയുടെ വാല്യൂ π എന്ന് തന്നെ തന്നിട്ടുള്ളത്. πr². R² എന്നെങ്കിൽ 5/√2ന്റെ സ്ക്വയർ, അതായത് 25/2 ഇൻറ്റു h എന്താണ്? 5/√2 ആണ്. ഇവിടെ വേറെ ചെയ്യാനൊന്നുമില്ല. അടിയിൽ 6√2 വരും, മേളിൽ 125 π വരും. 125 π മേളിൽ വരും, താഴെ 6√2 വരും. അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ഡി മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ആ ഒരു സ്ലാൻഡ് ഹൈറ്റിന്റെ ഇതിന്റെ റിലേഷൻ പഠിച്ചാൽ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. If the area of a circle is 616 cm² and the chord
കോഡിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. ദെൻ ഫൈൻഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഓഫ് സർക്കിൾ ടു കോഡ് എക്സ് വൈ. ഇത് നമുക്ക് ഏകദേശം ഇവിടെ ജിയോമെട്രിയുടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പറയാം. ഏരിയ ഓഫ് എ സർക്കിൾ എത്രയാണ്? 616. അപ്പൊ ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. സർക്കിളിന്റെ ക്ലാസ്സിൽ സർക്കിളിന്റെ 3 ക്ലാസ് ഓൾറെഡി CGL 2023 വേണ്ടി ചെയ്തിട്ടുണ്ട്. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ക്ലാസ്സുകളാണ്. അതിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ട്രിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ ഒരു സർക്കിളിന്റെ റേഡിയസ് 7 ആണെങ്കിൽ അതിന്റെ ഏരിയ 154 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ ആണെങ്കിൽ 154 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. റേഡിയസ് 14 ആകുമ്പോൾ ഇതെന്ത് വരും? റേഡിയസിൽ ഇൻറ്റു 2 ആണെങ്കിൽ നമ്മളുടെ ഏരിയയിൽ ഇൻറ്റു 4. അത് ഏരിയ എന്ന് പറഞ്ഞാൽ πr² ആണ്. റേഡിയസ് 2 മടങ്ങായാൽ ഏരിയ എന്താവും? 4 മടങ്ങും 2ന്റെ സ്ക്വയർ. റേഡിയസ് 3 മടങ്ങായാൽ ഏരിയ 9 മടങ്ങാം. അതൊരു ട്രിക്കാണ്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രീവിയസ് ക്ലാസ്സുകൾ കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ബാച്ചുകളിലും ക്ലാസ്സുകളിലും പഠിപ്പിക്കുന്ന കാര്യം. ഇപ്പൊ 14 ആയി കഴിഞ്ഞാൽ ഇതിന്റെ 4 മടങ്ങാവും. ഈ 4 മടങ്ങായിട്ടുള്ള 154 ഗുണം 4 ആണ് 616. ഈ കിടക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഇത് കാണുമ്പോൾ തന്നെ അങ്ങനെ പഠിച്ച ഒരാൾക്ക്, എന്റെ ഫൗണ്ടേഷൻ ബാച്ചിൽ പഠിച്ച ഒരാൾക്ക് ഈ 616 കാണുമ്പോൾ ഇനി അടുത്ത 154 ഗുണം 9 1356, 1336. ഓക്കെ, 1386, 1350, 36, 1386 കാണുമ്പോൾ അത് റേഡിയസ് 21 ആയ ഒരു സർക്കിളിന്റെ ഏരിയ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് ആ ലെവലിലാണ് നമ്മൾ പഠിക്കുന്നത്. 616 ഏരിയ കാണുമ്പോൾ ആ ഒരു സർക്കിളിന്റെ റേഡിയസ് 14 ആണെന്ന് ആ ഒറ്റ അടിക്കാൻ വെറുതെ ചുമ്മാ πr² = 616 എഴുതി ചെയ്യുന്ന ഒരാളെക്കായും ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് കാണുമ്പോൾ തന്നെ നമ്മളുടെ 154 ഗുണം 4 ആണ്. അത് 7നെ 2 കൊണ്ട് ഗുണിച്ച റേഡിയസ് എത്രയാണ്? ഇതിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 14 ആണ്. റേഡിയസ് 14ഉം കോഡിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് നമുക്ക് എത്ര? XY 10 ആണ്. അപ്പൊ കോഡിനകത്തോട്ട് നമ്മളൊരു പെർപെൻഡിക്കുലർ വരച്ചാൽ അത് എന്ത് ചെയ്യും? കോഡിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ജോമെട്രിയിൽ ഓൾറെഡി എടുത്തിട്ടുള്ള ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യൂട്യൂബിലും ക്ലാസ്സിന് കിടപ്പുള്ളതാണ്. ഇത് 5 വരും, ഇത് 14, ഇത് 5. ഈ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതാണ് ചോദിച്ചിട്ടുള്ളത്. റൂട്ട് ഓഫ് 14 സ്ക്വയർ 196 - 25 അല്ലെ? 14 സ്ക്വയർ - 5 സ്ക്വയർ 196 - 25 171. നമുക്ക് 171. ഓപ്ഷൻ എ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ കൊടുക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ലാസ്റ്റ് 4 ക്വസ്റ്റ്യൻ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. യെസ്, ക്വസ്റ്റ്യൻ നോക്കൂ. The side of a equilateral triangle is increased by 34%. Then by what percentage will area increase? നമ്മുടെ പെർസെന്റേജിന്റെ ക്വസ്റ്റ്യൻ ആണ്. സക്സസീവ് ഇൻക്രീസിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് എന്താണ്? സൈഡാണ് കൂടുന്നത്. ഏരിയ എത്ര കൂടും? ആൻസർ പറഞ്ഞേ. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ √3/4 a² ആണ്. a², √3/4 a² ആണ്. a² എന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ട്? ഏരിയയിൽ സൈഡ് 2 വട്ടം മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് സക്സസീവ് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? a + b + ab / 100 34ന്റെ 2 വട്ടമുള്ള സക്സസീവ് എടുക്കണം. 37 + 37 68 അധികം 34 × 34/100. അതായത് 34 × 34/100. അതായത് 4 × 4 16. 6 അവസാനിക്കും, 2 പോയിന്റും വരും. അങ്ങനെയുള്ള ഓപ്ഷൻ ചെയ്തുകൊണ്ട് ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. 34 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 12 പോയിന്റ് 12 ഇല്ല 11.56 ആണ്. ഇവിടെ 11.56 കൂടുമ്പോൾ എന്ത് വരും? 1756 ആണ്. 32 സ്ക്വയർ എന്ത് വരും? 79.56 എന്ന് ആൻസർ വരും. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ഒരു ആർക്കിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്, ഒരു ആംഗിൾ തന്നിട്ടുണ്ട്, സെന്ററിൽ ഉണ്ടാകും. വാട്ട് ഈസ് ഏരിയ ഓഫ് ദ സർക്കിൾ ആണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്ക്, 18 ഡിഗ്രിക്ക് സെന്ററിൽ 18 ഡിഗ്രി ഉണ്ടാക്കുമ്പോൾ ആർക്ക് ലെങ്ത് എത്രയാണ്? 23.1 ആണ്. ഇതിന്റെ അർത്ഥം എന്താ? ഇങ്ങനെ ഇതാണ് ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 18 ഡിഗ്രി ആയപ്പോൾ അതിന് 23.1 സെന്റിമീറ്റർ ആണ് അവിടുത്തെ ആർക്ക് ലെങ്ത്. അപ്പൊ നമുക്ക് ടോട്ടൽ ഒരു സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? ടോട്ടൽ സർക്കിൾ ആണെങ്കിൽ 360 ഡിഗ്രി. അപ്പൊ 18 ഡിഗ്രിക്ക് 23.1 ആണെങ്കിൽ 360 ഡിഗ്രിക്ക് എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? അതിന്റെ ടോട്ടൽ സർക്കംഫറൻസ് കിട്ടും. അപ്പൊ സർക്കംഫറൻസ് 2πr വാല്യൂ ആണ് തന്നിട്ടുള്ളത്. 2πr വാല്യൂ ആണ് തന്നിട്ടുള്ളത്. 2 × π × r ആണ് തന്നിട്ടുള്ളത്. 2πr എന്ന് പറഞ്ഞാൽ ടോട്ടൽ സർക്കംഫറൻസ് ആണ്. 2π എന്ത് വേണം? താഴെ ഡിവൈഡ് ചെയ്യണം. 2 × 22/7 7 മേലെ പോകും. ഇത് ആറിന്റെ വാല്യൂ കിട്ടി ഇൻറ്റു πr. ഇത് എന്ന് പറഞ്ഞാൽ 6 ആണ്. ഇതേ ഇൻറ്റു ഇതിന്റെ സ്ക്വയർ ഇൻറ്റു π ആണ് ചെയ്യേണ്ടത്. 22/7 ഇൻറ്റു പിന്നെ എന്ത് ചെയ്യണം? ഇപ്പൊ 22/7 ക്യാൻസൽ ആയി പോക്കോളും, കുഴപ്പമില്ല. ഇനി ഇത് ഒന്നുകൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഒന്നുകൂടെ മൾട്ടിപ്ലൈ. ഇതിന്റെ സ്ക്വയർ ആയിരിക്കും നമ്മൾ എന്ന് പറയുന്നത് πr² എന്ന് പറയുന്ന വാല്യൂ അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വേറെ രീതിയിലും ചെയ്യാം ഇത്. ഓക്കെ, ഒരു പ്രശ്നമില്ല. നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ സ്ക്വയർ വേണം. ഇവിടെ ഒന്നുമില്ല, ആ 2 കിടക്കും. അത്രേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം? 18 × 36 അതായത് 231ന്റെ സ്ക്വയർ അല്ലെ?
ഡിഗ്രി. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സർക്കിൾ? ഓക്കെ, 12 36 231. ഇവിടെ കാൽക്കുലേഷൻ തെറ്റി നോക്കാം. ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റിൽ നമുക്ക് ആ ഒരു അല്ലെങ്കിൽ ആറിന്റെ വാല്യൂ അവിടെ നിന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ ഓക്കെ റേഡിയസിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോ ഓക്കെ ആ ഒരു വഴി ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് റേഡിയനിലുള്ള വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ ആംഗിൾ സബ്റ്റൻഡ് ബൈ ആർക്ക് ഇൻ റേഡിയനിൽ. അപ്പൊ ഒരു റേഡിയൻ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആണ്. അപ്പൊ 18 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1/10 റേഡിയൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഫോർമുല ഉണ്ട്. ആർക്ക് ഈക്വൽ ടു ആംഗിൾ ഈക്വൽ ടു അതുവഴി ചെയ്യാം. ഇത് ചുമ്മാ 2 സ്റ്റെപ്പിലോട്ട് പോകേണ്ടി വരും. ഇങ്ങനെയും ചെയ്യാം, പക്ഷെ അത് വാല്യൂ കണ്ടുപിടിച്ച് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യാം. ആംഗിൾ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് ആണ്. ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തിലായിരിക്കും? റേഡിയനിലുള്ള ആംഗിളായിരിക്കും. അത് മാത്രമേ ഉള്ളൂ. റേഡിയൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഒരു റേഡിയൻ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. 18 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1/10 റേഡിയൻ ആണ്. അപ്പൊ 1/π റേഡിയൻ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. അപ്പോൾ 18 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 5/10 റേഡിയൻ ആണ്. ഇവിടെ നമുക്ക് 5/10 എന്ന് കൊടുക്കാം. 5/10 ഈക്വൽ ടു ആർക്ക് ലെങ്ത് എത്രയാണ്? 23.1 ഡിവൈഡഡ് ബൈ റേഡിയസ്. റേഡിയസിന്റെ വാല്യൂ നമുക്ക് അറിഞ്ഞൂടെ, നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? റേഡിയസ് കണ്ടുപിടിക്കും. ഓക്കെ, റേഡിയസ് നമുക്ക് എത്ര കിട്ടി? റേഡിയസ് നമുക്ക് 231 ഡിവൈഡഡ് ബൈ 22/7 കിട്ടി. നമുക്ക് എന്ത് വേണം? ഇതിന്റെ ഏരിയ വേണം. പൈ എന്ന് പറഞ്ഞാൽ 22/7 ഇൻറ്റു ആർ സ്ക്വയർ. നേരത്തെ കണ്ടുപിടിച്ച അതേ സാധനം തന്നെ. 231/22 ഇൻറ്റു 7 ഇൻറ്റു 231/22 ഇൻറ്റു 7. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേഷൻ ചെയ്തെങ്കിലേ പറ്റൂ. 22 പോയി 7 പോയി. ബാക്കി ഇത് കാൽക്കുലേഷൻ ചെയ്യേണ്ടി വരും. വേറെ വഴിയില്ല. 231 ഇൻറ്റു 231 ഇൻറ്റു 7/22 നമുക്ക് ചെയ്യേണ്ടി വരും. യെസ്, ഇത് 11 മൾട്ടിപ്പിൾ. 2 കൊടുക്കാം. 11 മൾട്ടിപ്പിൾ ആകുമ്പോൾ 2 ബാക്കി 1 21. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? യൂണിറ്റ് വല്ലതും ചെയ്യേണ്ടി വരും? ഇല്ല, നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഇത് ചെയ്യാം. വേറെ വഴിയില്ല. വേറെ അല്ലെങ്കിൽ 0.5 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? വീറ്റ് സം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. വീറ്റ് സം അപ്ലൈ ചെയ്യാം. എല്ലായിടത്തും 0.5 ആണ്. ഓക്കെ, അത് എന്തായാലും അപ്രോക്സിമേറ്റ് അല്ല. ഇപ്പൊ വീറ്റ് സം എന്ത് വരും? 2 വരുന്നതുകൊണ്ട് മേലെ 5 കൊണ്ട് പിടിക്കാം. വീറ്റ് സമിന്റെ ക്ലാസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടിട്ടില്ലാത്തൊരു കാണുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് മെൻസ്ട്രേഷൻ ഒക്കെ ചെയ്യുന്നത്. 5 ഗുണം 5 കൊടുത്ത് 5 ഗുണം 7 35 8 8 3 24 6 5 6 6 36 9. ആൻസർ 9 മൾട്ടിപ്പിൾ ആയിരിക്കും. നോക്കാം, 2 വരാൻ ചാൻസ് ഉണ്ട്. 7 14 9 നോക്കണ്ട. 7 14 22 5 27 9 മൾട്ടിപ്പിൾ ആണ്. 7 15 23 5 28 9 മൾട്ടിപ്പിൾ അല്ല. 7 14 22 30 35 9 മൾട്ടിപ്പിൾ അല്ല. 7 14 14 22 5 27. ഓക്കെ, ഇത് 9 മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, രണ്ടും സെയിം ഇത് സമ്മാനം. ഓപ്ഷൻ എ അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ആണ്. ഒറ്റ സമയമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഇതാക്കാം. പിന്നെ എന്ത് ചെയ്യാം? ഇതിനകത്ത് 7 മൾട്ടിപ്പിൾ ഉണ്ട്. ഏതെങ്കിലും എടുത്ത് 7 മൾട്ടിപ്പിൾ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് ആൻസർ കൊടുക്കാം. 7 മൾട്ടിപ്പിൾ 7 കൊടുക്കുമ്പോൾ 9 99 7 2. ഓക്കെ, 14 2 29 1 17 3 38 3. ഇത് 7 മൾട്ടിപ്പിൾ ആണ്. ഇത് 7 ആണോ? 2 27 21 6 69 63 6 68 63 5 55 അല്ല, 7 മൾട്ടിപ്പിൾ അല്ല. നമുക്ക് ചെയ്ത് കൊടുത്ത ഓപ്ഷൻ നമ്മുടെ ആൻസർ 9 മൾട്ടിപ്പിൾ ആയിരിക്കും. അതുപോലെ 7 മൾട്ടിപ്പിൾ ആയിരിക്കും. നമ്മളുടെ ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ എ നമുക്ക് ആൻസർ കൊടുക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അപ്പൊ ഇതിന്റെ കാൽക്കുലേഷൻ ആണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. പല വഴി ചെയ്യാം, അല്ലെങ്കിൽ ഇതിന് മൊത്തം ചെയ്യേണ്ടി വന്നാൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റൻ ആണ്. അടുത്ത ക്വസ്റ്റൻ, വാട്ട് ഈസ് ദ വോളിയം ഓഫ് ക്യൂബ് ഇഫ് പെരിമീറ്റർ ഓഫ് വൺ ഫേസ് ഓഫ് ദ ക്യൂബ് എത്രയാണ്? 40. വൺ ഫേസിന്റെ പെരിമീറ്റർ 40 ആണെന്ന് പറഞ്ഞാൽ 4 ഫേസ് ആണുള്ളത്, എല്ലാം ഈക്വൽ ആയിട്ടുള്ളത്. 10 സെന്റിമീറ്റർ ആണ് ഒരു സൈഡ് എന്ന് പറയുന്നത്. സൈഡ് 10 ആയതുകൊണ്ട് അതിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 10ന്റെ ക്യൂബ് 1000. ഈ സൈഡിലെ ക്വസ്റ്റൻ. ലാസ്റ്റ് ക്വസ്റ്റൻ, അതിന്റെ ഏരിയ ഓഫ് എ സെക്ടർ ഓഫ് എ സർക്കിൾ വിത്ത് റേഡിയസ് 5 സെന്റിമീറ്റർ ആണ്, ആംഗിൾ 60 ഡിഗ്രി. ഏരിയ ഓഫ് എ സെക്ടർ, ആ സെക്ടറിന്റെ ഏരിയ ആണ് വേണ്ടത്. റേഡിയസ് തന്നിട്ടുണ്ട്, ആംഗിളും തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് പറയാം? ഒരു സെക്ടറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ θ/360, അതായത് 60/360 ഇൻറ്റു πr സ്ക്വയർ 22/7 ഇൻറ്റു ആർ സ്ക്വയർ, 5ന്റെ സ്ക്വയർ 25. അപ്പൊ ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്ത് ചെയ്യാം? ഇത് 1/6 ആണ്. 6 കൊണ്ട് 2 വെച്ചിട്ട് ഇവിടെ 3 വന്നു, ഇവിടെ 11 വന്നു. 11 × 25/21 ആണ് നമ്മുടെ ആൻസർ. കണ്ടുപിടിക്കാം. 275/21 ആണ്. എത്ര ചെയ്യാം നമുക്ക്? ഒരു വട്ടം. ബാക്കി 65 23 വട്ടം. 13 പോയിന്റ് സംതിങ് ഇവിടെ വരുന്നുണ്ട്. ഓപ്ഷൻ സി നമുക്ക് ആൻസർ കൊടുക്കാം. നമുക്ക് കാൽക്കുലേഷൻ ചെയ്താണ്. ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഏരിയ ഓഫ് സെക്ടർ എന്ന് പറഞ്ഞാൽ θ/360. 360ക്ക് πr സ്ക്വയർ ആണെങ്കിൽ
തീറ്റയ്ക്ക് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് മെൻസ്ട്രേഷനിൽ നിന്നും ചെയ്തു. ഓക്കെ, എല്ലാവർക്കും ഇതെല്ലാം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചിട്ട് പോവുക, ഒന്നും വിടാതെ പഠിക്കുക, ഒരു ചാപ്റ്ററോട് സ്കിപ്പ് ചെയ്യാതെ പഠിക്കാൻ ശ്രമിക്കുക. നമ്മളുടെ ബാക്കി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഓൾജിബ്രയും ജിയോമെട്രി എല്ലാം ചെയ്യുന്നതായിരിക്കും. ഫൈനൽ റിവിഷനും നിങ്ങൾക്ക് നടത്തുന്നതായിരിക്കും. എല്ലാ ക്ലാസ്സുകളും ആദ്യം പോലെ കണ്ടിട്ടില്ലാത്തവർ അത് കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.